തുടക്കത്തിലായി ചോര കൊണ്ട് മഴ പെയ്യുന്ന സ്ഥലത്ത് പേടിയോടെ നിൽക്കുന്ന കനഹയെ കാണിച്ചാണ്. അങ്ങനെ അവക്കാവട്ടെ ഇവിടെ എന്താ സംഭവിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോണ്ടാ കഴുത്ത് മുറിച്ച് ഒരുമാതിരി സോംബിയാളെ പോലെ നിൽക്കുന്ന ആ കേഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കേഴ്സാവട്ടെ ഇവിടെ അടുത്തേക്ക് പതിയെ പതിയെ സോംബികളെ പോലെ നടന്നു വരും. എന്നിട്ട് ബാക്കോട്ടേക്ക് ചൂണ്ടി കാണിക്കുന്നു. അവള് തിരിഞ്ഞു നോക്കിയപ്പോ ഹലോ ഗൈസ്, ഇഫ് വിഷസ് കുഡ് കിൽ സീസൺ 1 എപ്പിസോഡ് 4. ഈ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ആൾക്കാരുടെ കള്ളത്തരങ്ങളും ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തന്നെ തകർന്നു പോകും. പിന്നെ എപ്പിസോഡിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ സീരീസിലെ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. സോ അധികം വൈകിപ്പിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ഇവള് ഞെട്ടി എഴുന്നേക്കുന്നത് കണ്ടിട്ട് ഹെലിനെ ആവട്ടെ എഴുത്തുണ്ട്. നമ്മുടെ കനഹ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. നമ്മുടെ ഹെലിനെ ആവട്ടെ അവളെ സമാധാനിപ്പിക്കാൻ എന്നോളം അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ ഹെലിനെ ആവട്ടെ ഒരു ചരട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കനഹക്ക്. എന്നിട്ട് സ്വപ്നത്തിൽ എന്തൊക്കെയാണ് കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കനഹ പറയുന്നു സ്വപ്നത്തിലായിട്ട് എന്റെ ഫ്രണ്ടിലായ കേഴ്സ് ഉണ്ടായിരുന്നു, ബാക്കിലും ഒരു കേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ എടുത്തു നിൽക്കുന്ന ഹെലിന്റെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒന്നിലധികം ആൾക്കാർ ഉണ്ടായിരിക്കുമോ എന്ന്. ആ സമയം ഹെലിന്റെ ഭർത്താവിനോട് ഹെലിനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ കത്തിയും ആത്മാക്കളെ തിരിച്ചറിയാനുള്ള കോമ്പസ് എടുത്തു എന്ന് ചോദിക്കുന്നു. അപ്പൊ അയാളാവട്ടെ ഒരു പെട്ടി എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അതിലായിട്ടാണ് അവന്റെ ആ കത്തി ഉള്ളത്. നമുക്ക് ഇനി മുതൽ ഇയാളെ ഷാൻ എന്ന് വിളിക്കാം. പിന്നെ ഹെലിനെ കയ്യിൽ കെട്ടിക്കൊടുത്ത ആ ചരടിന്റെ പവർ എന്താന്ന് വെച്ചാൽ ആ സ്പിരിറ്റില്ലേ, ആ ആത്മാവിന് ഇവളെ തൊടാൻ കഴിയത്തില്ല ഈ ചരട് ഉള്ളിടത്തോളം. അങ്ങനെയാണ് ഹെലിനെ കനഹേന്റെ അടുത്ത് പറയുന്നത്. എന്നിട്ട് ഹെലിനെ പറയുന്നുണ്ട് ടൈമർ ഇനിയും തുടങ്ങുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് ഇവിടെ എത്തിയിരിക്കണം എന്ന്. മാത്രമല്ല ഫോണിൽ എന്ത് കോള് വന്നു കഴിഞ്ഞാലും അതിന് മറുപടി നൽകരുത് എന്ന്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൻഹ ഉള്ളിലോട്ട് കയറി സമയത്ത് നമ്മുടെ ജിയോനുവിന്റെ ശബ്ദത്തിൽ വേറെ ഒരാള് സംസാരിച്ചില്ലേ, അതുപോലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഞാൻ ഷാന്റെ ഫോണിലോട്ടോ ഹാൻജൂണിന്റെ ഫോണിലോട്ടോ വിളിക്കും എന്ന് പറയുന്നു. അങ്ങനെ പോകുന്നതിന് മുമ്പായി നമ്മുടെ ഹെന്നെ ആവട്ടെ കുട്ടികളെ നല്ലോണം നോക്കണം എന്ന് പറയും. ഷാനാവട്ടെ നീ അതോർത്ത് വിഷമിക്കണ്ട, ഇവരെ രോമത്തിൽ പൊടും തുടങ്ങാൻ സമ്മതിക്കില്ല. അങ്ങനെ അവരാവട്ടെ ആ മരിച്ചുപോയ ആത്മാവിനെ കുറിച്ച് അന്വേഷിക്കാനായി പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹാൻജൂൺ ആവട്ടെ ഓടി വന്നിട്ട് അവന്റെ ചേച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത്രയും ചെയ്തു തന്നതിന് നന്ദി, ഞങ്ങൾ പോയി വരുന്നവരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു. അവർ വണ്ടിയുടെ ബാക്കിലായിട്ട് സാധനങ്ങൾ വെക്കുന്ന സമയത്ത് നമ്മുടെ ഹാൻജൂണ് ചോദിക്കുന്നുണ്ട് അവന്റെ ചേച്ചിക്ക് ഒരിക്കലും വീടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയത്തില്ലേ. അപ്പൊ ഷാൻ ആവട്ടെ അവർക്ക് പുറത്തിറങ്ങാൻ എന്തായാലും ഞാനൊരു വഴി കണ്ടുപിടിക്കും, അത് ഉറപ്പായിരിക്കും എന്ന് പറയും. അങ്ങനെ അവർ ആ മരിച്ച ആത്മാവിനെ അന്വേഷിക്കാനായി പോകും. ഇതേ സമയം സീങ്കട്ടായി കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലാവട്ടെ നമ്മുടെ ജിയോൻവു ആരും കാണാണ്ട് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഇറങ്ങി നേരെ ഫ്ലാറ്റിൽ പോയി കൻഹാന്റെ ഫ്ലാറ്റിന്റെ ഉള്ളിലോട്ടാണ് കയറാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ അവിടെ ഞാറി. അപ്പൊ ജിയോൻവു ചോദിക്കുന്നു നീ എന്താ ഇവിടെ എന്ന്. അപ്പൊ അവളാവട്ടെ കൻഹന്റെ അമ്മ ഇവിടെ കുറച്ച് ജോലി ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് ചെയ്യാൻ വന്നതാ എന്ന് പറയുന്നു. ആ സമയം അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് ഒരു ചെങ്ങായി വരുന്നുണ്ട്. അത് കണ്ടപാടെ നമ്മുടെ ജിയോൻ ഉള്ളിലോട്ട് കയറുന്നു. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് ചോയുടെ കംപ്ലൈന്റ് ആയ ലാപ്ടോപ്പ് ഹാജൂണ് നന്നാക്കി വെച്ചതായിട്ടാണ്. ഒന്നാമത്തെ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടതാണ് അവൻ ഈ ലാപ്ടോപ്പ് നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അവനാവട്ടെ ആ ലാപ്ടോപ്പ് നോക്കി നിൽക്കുകയാണ്. ഈ സമയം ജനൽ സൈഡിലാവട്ടെ നമ്മുടെ ഷാനും കൻഹയും അവിടെ നിൽക്കുന്നുണ്ട്. അവരോട് അകത്തേക്ക് കയറി വരാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് ഇവർ ആദ്യം തന്നെ നോക്കുന്നത് ചോയ്ക്ക് ഈ ആപ്പ് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന്. കാര്യം ഇവനാണ് ഫസ്റ്റ് ആയിട്ട് സ്കൂളിൽ വന്നിട്ട് ഈ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരുടെ മുമ്പിൽ. അങ്ങനെ ഹാൻജൂണ് ചോയുടെ ലാപ്ടോപ്പ് കുറെ അധികം പരിശോധിച്ചതിൽ നിന്ന് അവൻ പരീക്ഷയുടെ തലേ ദിവസം പഠിക്കുന്നതിന് പകരം കുറെ നേരം ഡിസ്കോഡിൽ ചാറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതേസമയം ബാക്കിൽ നിന്ന് ഷാൻ ആവട്ടെ അവൻ കുറെ നേരം ഡിസ്കോ ഡാൻസ് കളിക്കായിരുന്നു. ഈ ചളി കേട്ടിട്ട് രണ്ടാൾക്കാർ അവന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കുന്നു. ഹാൻജൂൺ നിന്നിട്ട് ഷാന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് ഡിസ്കോഡ് എന്ന്. ഡിസ്കോഡിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അതിലൂടെ കുറെ ഫ്രണ്ട്സുകളൊപ്പം ചാറ്റ് ചെയ്യാനും പല ഫയലുകളും അയക്കാനും സാധിക്കും. ഇവര് ചോയുടെ ലാപ്ടോപ്പിൽ ആ ഡിസ്കോഡിൽ കയറി ആ ടൈമിൽ തന്നെ ഡിസ്കോഡിലെ ചോയുടെ വേറൊരു ഫ്രണ്ട് ഓൺ ദ സ്പോട്ട് അവനെ കോള് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇതേ സമയം കൻഹ കോൾ അറ്റൻഡ് ചെയ്യാൻ പറയുന്നു. കണക്ട് ചെയ്തതിനു ശേഷം മ്യൂട്ടാക്കി വെക്കാൻ വേണ്ടിയും പറയുന്നുണ്ട്. അങ്ങനെ ഹാൻജൂൺ ആവട്ടെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അതിലാവട്ടെ അവിടെ കള്ളത്തേണ്ടി ചോയ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഞാൻ എന്നെ തന്നെ നശിപ്പിക്കാൻ നോക്കുകയാണ്. ഹലോ ചോയ്, ഇത് ചോയ് അല്ലല്ലേ, നിങ്ങൾ ആരാണ് സത്യം പറയൂ. ഈ സമയം കൻഹയാവട്ടെ ഗോമൻ എനിക്ക് മൈക്ക് ഓൺ ആക്കാൻ കഴിയില്ല എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ വേണ്ടി പറയുന്നു. അതേപോലെ തന്നെ ഹാൻജൂൺ ചെയ്യും. ഈ ഗോമൻ എന്ന് പറയുന്ന അവരുടെ ഗെയിം കോഡ് ഭാഷ ആവാനാണ് സാധ്യത. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തതിലൂടെ ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. ആ ചെക്കനാവട്ടെ ഗിരോ എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം. മാത്രമല്ല നമ്മുടെ കൻഹയാവട്ടെ ഒരു സ്ഥലത്തിന്റെ പേരും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്ഥലത്തിന്റെ പേര് മുമ്പ് ചോയ് പറഞ്ഞതായിട്ട്
ആയിട്ടാണ് ഓർക്കുന്നത് കൻഹ. അങ്ങനെ അവൻ ഡിസ്കോഡിൽ നിന്ന് പോയതിനു ശേഷമാണ് ഈ പൊട്ടന്മാർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ആ ഫൂഫു എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് ഇവർക്കറിയില്ല. അങ്ങനെ അതും ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹാൻജൂൺ ഒരു ഐഡിയ തോന്നുന്നത്. അവൻ നേരെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അവൻ ഇതുവരെ പോയ സ്ഥലത്തിന്റെ മാപ്പിന്റെ ലൊക്കേഷൻസ് ഒക്കെ നോക്കുന്നു. അതില് അവരുടെ സ്ട്രീറ്റ് കഴിഞ്ഞ് ദൂരെ ഒരു ഭാഗത്ത് ജോയി കുറെ പ്രാവശ്യം പോയതായിട്ട് ഇവർ കണ്ടുപിടിക്കുന്നു. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ ജിയോൺ മൂനെയാണ്. അവനാവട്ടെ അവന്റെ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എടുത്ത് തന്നെ നമ്മുടെ നാരയുണ്ട്. നാരയാവട്ടെ അത് മാന്ത്രികമായി അപ്രത്യക്ഷമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അങ്ങനെ നാരയുടെ ഫോൺ എടുത്തിട്ട് ആ വീഡിയോ ഒക്കെ നോക്കിയിട്ടും അവൻ ആ ഫോൺ ലഭിക്കുന്നില്ല. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ കൻഹാന്റെ ടീമിനെയാണ്. അവരാവട്ടെ നേരത്തെ നോക്കിയ ലൊക്കേഷനിലോട്ട് എത്തും. അവിടെ ആവട്ടെ ഒരു ചെക്ക വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാൻ ഇറങ്ങി പോകുന്നു. ആ ബസ് സ്റ്റോപ്പ് എവിടെയാണ്? ഇവിടെ എവിടെയായിരുന്നല്ലോ. ആ ബസ് സ്റ്റോപ്പിന് എവിടെയാണ്? താല്പര്യമില്ല. എന്ത്? ഞാൻ താങ്കൾ പറയുന്നത് കേട്ടു. അത് ഞാൻ വെറുതെ മനുഷ്യൻ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. വേഗം സ്ഥലം കലയാക്കാൻ നോക്കി. ആ സമയം ഷാൻ ആവട്ടെ അവന്റെ പേരെടുത്ത് പറയുന്നു. അപ്പൊ അവനാവട്ടെ അതെ അതെ അത് അല്ലല്ലല്ല, അപ്പൊ ഈ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാണ്. അല്ല എന്ന് പറഞ്ഞിട്ട് അവനാവട്ടെ പേടിച്ച് ഇറങ്ങി ഓടുന്നു. ഈ സമയം ഷാ വീണ സമയത്ത് നമ്മുടെ കൻഹാവട്ടെ ഇറങ്ങി ഓടുന്നു. നമ്മുടെ കൻഹാവട്ടെ ലോങ് ജമ്പ് ഒക്കെ കളിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഓടാൻ കഴിയുന്നുണ്ട്. അവന്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. ഏതൊക്കെ വീടിന്റെ മതിലിന്റെ മേലെ കൂടെ ഒക്കെ ചാടിയിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മുടെ ഹാൻജൂണും ഷാനാണ് ഓടാനേ കഴിയുന്നില്ല. അവര് പതുക്കെ നടന്ന് വരികയാണ്. അവസാനം വീട്ടിലോട്ട് പോടി, അവിടുന്ന് എന്നെ പിടിക്കാൻ നോക്കണ്ട. എന്റെ അമ്മ അത് കൻഹ തന്നെയാണോ? ഇവിടെ വാട മേലോട്ട് പോവാ. കൻഹ അവന്റെ അടുത്തെത്തിയത് കണ്ടിട്ട് അവനാവട്ടെ എന്നെ ഒന്ന് ചെയ്ത് പ്ലീസ് അറിയാതെ ഓടിപ്പോയത്. അതേ സമയം അവനാവട്ടെ അവിടെ തല്ലാൻ വേണ്ടിട്ട് വടിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ കൻഹക്കാവട്ടെ ഒട്ടും പേടിയില്ല. അങ്ങനെ അവനാവട്ടെ ഒരു ഡോറിന്റെ പിന്നിൽ പോയി നിന്നതും അങ്ങനെ അവനെ പിടിച്ച് ചെക്ക് ചെയ്ത സമയത്ത് ഒരു മരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ അവനെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താവട്ടെ അവന് പറയുന്നത് ഇത് അവൻ കുടിക്കുന്ന ഒരു മരുന്നാണ്, ഇത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഷാൻ ചോദിക്കുന്നു അപ്പൊ നിന്നെ നീ എന്നെ കണ്ടപ്പോ ഇറങ്ങി ഓടിയത് എന്ന്. അത് ഞാൻ തീർച്ചയായും ഓടുമായിരുന്നു. കാര്യം അവ വരുന്നതിന് പകരം വേറൊരുത്തം വന്ന ഞാൻ പിന്നെ എന്ത് കാട്ടേണ്ടത്? അപ്പൊ നമ്മുടെ കൻഹ ചോദിക്കുന്നു നിങ്ങളാണോ ഗിരിഗോ എന്ന് പറയുന്ന ആപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുത്തത് എന്ന്. എന്നിട്ട് അവള് പിന്നെയും പറയാൻ തുടങ്ങി നിങ്ങൾ ആ ആപ്പ് അയച്ചു കൊടുത്തുകൊണ്ട് തന്നെ അവൻ മരിച്ചു എന്ന്. നിനക്കെല്ലാം അറിയാമായിരുന്നു, പിന്നെ നീ എന്തുകൊണ്ട് അവനെ ചതി? ഇതൊക്കെ കേട്ടിട്ടാവട്ടെ അവനാട്ടെ പേടിച്ചിരിക്കുകയാണ്. അപ്പൊ അവൻ പറയാൻ തുടങ്ങി ഞാൻ അയച്ച പോസ്റ്റിന്റെ അടിയിൽ എല്ലാം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, അവനത് വായിച്ച് നോക്കാത്തത് കൊണ്ടാണെന്ന് പറയും. അപ്പൊ ഹാൻജൂൺ ചോദിക്കുന്നു ഏത് പോസ്റ്റ് എന്ന്. അപ്പൊ അവനായിട്ട് ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കാൻ നിൽക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നു ആ പോസ്റ്റ് ഡിലീറ്റ് ആയി പോയി എന്ന്. ഈ സമയം ഹാൻജൂൺ അവന്റെ ഫോൺ തട്ടിപ്പറിക്കും. എന്നിട്ട് അവനാവട്ടെ കരഞ്ഞു പറയുന്നു ഞങ്ങൾ ഡിസ്കോഡിൽ സംസാരിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കാണാറില്ല, കളിക്കാറുമില്ല. എന്നിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ആ പോസ്റ്റിൽ 2 പെൺകുട്ടികളുടെ ഫോട്ടോയും കൂടി ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അവൻ പറയുന്നു ഞാൻ ഇത് അപകടമായിരിക്കാം എന്നതുകൊണ്ട് തന്നെ ഞാൻ അത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. എന്നിട്ട് പേര് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവനാവട്ടെ 2 പെൺകുട്ടികളുടെ പേര് പറയുന്നുണ്ട്. അപ്പൊ കൻഹ ആവട്ടെ കൃത്യമായി പറയാൻ വേണ്ടി പറയുന്നു. അപ്പൊ അവനാവട്ടെ പറയുന്നുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവർക്കും അറിയാമായിരുന്നു അവളെ ഒരു ഭ്രാന്തമായ സ്ത്രീകളുടെ 2 മക്കളാണെന്ന് പറയുന്നു. അപ്പൊ ഹാൻജൂൺ ചോദിക്കുന്നു ഫോട്ടോ ഉണ്ടോ എന്ന്. അങ്ങനെ പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് അവർ കാറിൽ ഇരുന്നിട്ട് ആ കാര്യം നോക്കുന്നതാണ്. അവസാനം ആ ഫോട്ടോ ലഭിക്കുന്നു. ഇതിൽ ആരാ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവനാവട്ടെ ആ ഭ്രാന്തമായ സ്ത്രീന്റെ മക്കളെ കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഷാന് ആ സ്ത്രീയുടെ വീട് എവിടെയാന്ന് ചോദിക്കുന്നു. എടോ കള്ള തെണ്ടികളെ, നിങ്ങൾ ഞാൻ എന്തായാലും പോലീസിൽ ഏൽപ്പിക്കും. ഇവർ ഇത്രയും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങള് നമ്മുടെ ഹെലന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷാൻ ആവട്ടെ അവരുടെ അയൽപക്കത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കൻഹന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട പോലത്തെ സ്ത്രീയാണോ എന്ന്. അപ്പൊ കൻഹ പറയുന്നു ഞാൻ സ്വപ്നത്തിൽ പെട്ടെന്നായിരുന്നു കണ്ട്, ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയുന്നു. നമ്മുടെ ഷാൻ ആവട്ടെ അവിടെ എത്തിയിരുന്നെങ്കിൽ കണ്ടുപിടിച്ച ഉടനെ തന്നെ വിളിക്കാം എന്ന് പറയും. കോള് കട്ട് ചെയ്ത ഹെലനക്കാവട്ടെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തായിട്ടും എന്തൊക്കെ ഉള്ളതുപോലെ ഫീൽ ആവും. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ ടീമിനെയാണ്, അതായത് നമ്മുടെ കൻഹാന്റെ ടീം. അവരാവട്ടെ ആ ചെക്കൻ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനി അവരുടെ പേര് എവിടെയാണെന്ന് തന്നെ കണ്ടു. നമ്മുടെ ഷാൻ ആവട്ടെ ഒരു കത്തി എടുത്ത് വെക്കുന്നുണ്ട്. ഈ കത്തിന് പ്രത്യേകത എന്താന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷാൻ എന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഫ്ലാഗ് കാണണം, ആ സ്ഥലത്തായിരിക്കും ആ പെണ്ണിന്റെ പേര എന്ന്. അവരാവട്ടെ എന്നിട്ട് അന്ന് രാത്രി വരെ ഫുൾ അവിടെ റിസർച്ച് ചെയ്തു. ബട്ട് അവർക്കാവട്ടെ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അന്ന് രാത്രി ആവട്ടെ കൻഹ ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നു, ആ ഭാഗത്ത് മാത്രം ലൈറ്റ് കത്തും. അവരാവട്ടെ ഒന്നും നോക്കാതെ ആ ഭാഗത്തേക്ക് പോകുന്നു. അവരവിടെ അടുത്തെത്തി നോക്കുമ്പോഴാണ് അത് സ്റ്റോർ ആണെന്ന് മനസ്സിലാവും. അവിടെ എത്തി അവിടുത്തെ മുത്തശ്ശിനെ വിളിച്ച് നോക്കുന്നുണ്ട്. അവസാനം ആ മുത്തശ്ശി ആവട്ടെ എഴുന്നേറ്റ് വരുന്നുണ്ട്. അങ്ങനെ അവരാവട്ടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചിരുന്ന് സോറിയും പറഞ്ഞിട്ട് എടുത്തുള്ള ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നുണ്ട്. മാത്രമല്ല അവർ അന്വേഷിച്ച് വന്ന കാര്യത്തിനെ കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ട്. ആ മുത്തശ്ശിക്കാവട്ടെ അവർ ആരാണെന്നും അറിയില്ല, പക്ഷെ അവരുടെ സ്ഥലം കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ കൻഹ ആവട്ടെ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ആ മുത്തശ്ശി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവളെ കണ്ടിട്ടാവട്ടെ 3 വർഷമായി എന്ന്. നമ്മുടെ ഹാജൂൺ ആവട്ടെ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതിൽ ആരെങ്കിലും ആണോ. അങ്ങനെ ഇവര് നോക്കുമ്പോഴേ ഇവര് ഉദ്ദേശിച്ച ആളല്ല, ആ ഫോട്ടോയിൽ ഇവര് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആളാന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ല, അതിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ആളാണ്.
അങ്ങനെ അവർ ആ മുത്തശ്ശിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടുന്ന് ബായ് പറഞ്ഞിറങ്ങുന്നു. മാത്രമല്ല ഒരു വലിയ പാക്കറ്റ് ഉപ്പും കൂടി എടുക്കുന്നുണ്ട്. എന്തിനാ എന്ന് ഷാനടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷാൻ ആവട്ടെ അത് ആവശ്യമുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് അവരാവട്ടെ നേരെ ആ പെൺകുട്ടിയുടെ വീടിന് മുമ്പിലായി എത്തുന്നു. ആ ഗേറ്റ് ആവട്ടെ പൂട്ടിയത് കൊണ്ട് നമ്മുടെ ഷാൻ ആവട്ടെ ആ ഗേറ്റ് അടക്കം പറിച്ചെടുക്കുന്നുണ്ട്. അവിടെ കയറുന്നത് തൊട്ട് മുമ്പ് വരെ നമ്മുടെ ഷാന് ആ കോമ്പസ് എടുത്ത് അവിടെ സ്പിരിറ്റിന്റെ വല്ല സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോ ഇല്ല. അവർ കുറച്ചുള്ളിലോട്ട് കയറുന്ന സമയത്ത് ഒരു സംഭവം കാണുന്നുണ്ട്. അത് എന്താണെന്ന് നമ്മുടെ കൻഹാൻ എടുത്ത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ആ ഭാഗത്തുള്ള ചില വിശ്വാസികൾ അവരുടെ ക്ഷേത്രത്തിലായിട്ട് കൊടി കുത്തുന്ന ഒരു സംഭവമാണ് എന്ന് പറയും. മാത്രമല്ല അവിടെ കുറെ ബിംബങ്ങളും കാണാനുണ്ട്. അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമായിരിക്കാം. നമ്മുടെ ഷാനാവട്ടെ ഇത് പലതരത്തിലുള്ള ബിംബങ്ങൾ കണ്ടിട്ട് ഇതെന്തൊരു ശാപമോ നരകമോ ആയ പോലെ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഷാൻ ആ വീടിന്റെ അടുത്ത് എത്തിയതും അവന്റെ കോമ്പസിലെ കുറച്ച് ചലനങ്ങൾ കാണുന്നു. കാര്യം അവിടെ സ്പിരിറ്റ് ഉണ്ട്. സ്പിരിറ്റ് എന്നാ മനസ്സിലായത് ഒരു ആത്മാവിന്റെ സാന്നിധ്യം. അങ്ങനെ ആ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഷാൻ ആവട്ടെ കൻഹന്റെ അടുത്തും ഹാൻജുവിന്റെ അടുത്തും അനങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും അടുപ്പിച്ചിട്ട് അവരുടെ ചുറ്റും ഉപ്പ് കൊണ്ടൊരു വട്ടം ഉണ്ടാക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഇതിന് പുറത്ത് നിങ്ങൾ ഒരിക്കലും കിടക്കരുത്. ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം നിങ്ങളെ ഒരു ആത്മാവ് ശല്യപ്പെടുത്താനോ ആക്രമിക്കാനോ എന്തിനു തൊടാൻ പോലും കഴിയത്തില്ല എന്ന് പറയും. എന്നിട്ട് ഷാൻ ആവട്ടെ ഒറ്റയ്ക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വീടിന്റെ ഉള്ളിലോട്ട് കയറി പോകുന്നു. നമ്മുടെ ഹാൻജോണും കൻഹയും അടുപ്പിച്ചല്ലേ നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് എന്തോ പോലെ തോന്നുന്നു. എന്തൊരു ചൂടാണ്. നീ അത് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ഷാൻ ആവട്ടെ ആ വീട് മുഴുവൻ അരിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം ഒരു ടവൽമ മാത്രമുണ്ട് ബ്ലഡ് നിൽക്കുന്നത്. ഇതേ സമയം പുറത്താവട്ടെ കൻഹയും ഹാൻജൂണും ബോറടിച്ചവിടെ നിൽക്കുകയാണ്. നമ്മുടെ ഷാനെ ഇപ്പോഴും തിരയുക തന്നെയാണ്. ഇതേ സമയം ഹാൻജൂൺ ആവട്ടെ സോറി കൻഹ എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ കൻഹക്കാവട്ടെ ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. അനങ്ങാതിരിക്കൂ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും നോക്കാണ്ടോ ഒന്നുമില്ല കൊതുകാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല. അത് അടിച്ചത് കൊണ്ട് തന്നെ സർക്കിളിന്റെ പുറത്തോട്ട് നമ്മുടെ കൻഹ പോയിട്ടുണ്ട്. സർക്കിളിന്റെ പുറത്തോട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ കൻഹക്കാവട്ടെ ഫ്രണ്ടിൽ ആ പെണ്ണിനെ കാണാൻ സാധിക്കുന്നുണ്ട്. കഴുത്ത് മുറിച്ച് ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ആ പെണ്ണ്. നമ്മുടെ ഹാൻജുനടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ഹാൻജുനായിട്ട് ലൈറ്റ് ഒക്കെ അടിച്ച് നോക്കിയിട്ട് ആർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതേ സമയം ഷാൻ ആവട്ടെ ചുമരിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാതിൽ കണ്ടുപിടിക്കും. എന്നിട്ട് അത് കത്തി ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെയോ ആ വാതിൽ തുറക്കും. അവിടെ ആവട്ടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ആവട്ടെ കൊത്തുപണികൾ ചെയ്ത് വെച്ച് കുറെ ശിലാരൂപങ്ങളൊക്കെ ഉണ്ട്. ഇതേ സമയം കൻഹ നോക്കുമ്പോൾ ആ പെണ്ണാവട്ടെ ഒരു ഡയറക്ഷനിലോട്ട് നടന്നു പോകുന്നു. നമ്മുടെ ഹാൻജൂന്റെ അവസ്ഥയാണ് അവസ്ഥ. അവനാട്ടെ പേടിച്ചില്ലാണ്ടിരിക്കുകയാണ്. നമ്മുടെ കൻഹാവട്ടെ ആ പെണ്ണിന്റെ പുറകെ തന്നെ പോകുന്നു. നമ്മുടെ ഹാൻജൂൺ പറയുന്നുണ്ട് പോണ്ട എന്ന്. പക്ഷെ അവളാവട്ടെ അത് കേൾക്കാതെ ആ പെണ്ണിന്റെ പുറകെ തന്നെ പോകുന്നു. ഇതേ സമയം ഷാൻ ആവട്ടെ ആ സ്റ്റെപ്പിന്റെ മുകളിൽ കയറി നോക്കുമ്പോണ്ടാ ഫുള്ള് ഓരോ രൂപങ്ങൾ. അതായത് കുറെ അവർ വിശ്വസിക്കുന്ന കുറെ ദൈവങ്ങളുടെ ബിംബങ്ങൾ. അതിനെല്ലാം ചുറ്റും നിർത്തി സെൻട്രലായിട്ട് ഒരു യൂണിഫോം. ആ യൂണിഫോമിന്റെ കീശയിലായിട്ട് ഒരു മുടിയും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഷാൻ ആവട്ടെ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട് നമ്മുടെ ഹെലിനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. മാത്രമല്ല ഷാന് വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ഒരു ഡോർ ഉണ്ട്. ആ ഡോർ തുറന്നപ്പണ്ടാ ഇതേ സമയം കൻഹയാവട്ടെ ആ സ്ത്രീയെ ഫോളോ ചെയ്തൊരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഹാൻജോണത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ല എന്ന്. അവനാവട്ടെ പേടിച്ച് പണ്ടാറണിങ്ങിയ ഒരു കാര്യം പറയുന്നത് എനിക്കൊരു മാങ്ങാത്തൊരു കാണാൻ സാധിക്കുന്നില്ല എന്ന്. ഇതേ സമയം ആ പെണ്ണാവട്ടെ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഷാന്റെ കോമ്പസ് ആവട്ടെ കൂടുതലായിട്ട് സ്പിന്ന് ചെയ്യുന്നു. നമ്മുടെ കൻഹയാവട്ടെ ആ പെണ്ണ് ചൂണ്ടിക്കാണിച്ച ഭാഗത്ത് പോയിട്ട് കുഴിച്ച് നോക്കുമ്പോണ്ടാ അവിടെ ഒരു സ്കൂൾ യൂണിഫോമും ഒരു പേപ്പറും മാത്രമല്ല ഒരു ഫോട്ടോയും കൂടി ലഭിക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്നതാകാം ആ രണ്ട് സ്ത്രീകൾ. ഇതേ സമയം ഹാൻജൂൺ ആവട്ടെ നമ്മുടെ ഷാനെ വിളിക്കുന്നുണ്ട്. ഷാൻ ആവട്ടെ അവർക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ട് ഓടി വരുന്നു. അങ്ങനെ അവർ നേരെ അവരുടെ വണ്ടിയിൽ എത്തിയിട്ട് ഈ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഹെലിനക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹെലിനാവട്ടെ അവരുടെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് നശിച്ചു പോയ ദൈവങ്ങളും മാത്രമല്ല ഇവർ കുറെ മന്ത്രങ്ങളും അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഹെലിനെ പറയാൻ തുടങ്ങി ഒന്നെങ്കിൽ ഒരു പക്ഷെ ഒരാളെ ശപിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ രക്ഷിക്കാനായിരിക്കും നോക്കിയിട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു ആ ഭ്രാന്തമായ സ്ത്രീ മരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷാൻ പറയുന്നു മുൻപ് ഒരു സ്റ്റോറിൽ കയറിയ വൃദ്ധ പറഞ്ഞത് ആ സ്ത്രീ മരിച്ചു പോയി എന്നാണ്. മാത്രമല്ല ഹെലിനെ പറയുന്നു ആ ഫോട്ടോ കണ്ടിട്ട് ഒരു വീഡിയോ കൂടി ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. ആ വീഡിയോ ആയിരിക്കും മിയോങ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് പറയുന്നു. വീണ്ടും ഞാൻ പറയുന്നു മിയോങ് എന്ന് പറയുന്നത് ശാപശക്തികളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വസ്തു. അത് ചിലപ്പോൾ വീഡിയോ ആയിരിക്കാം, ഫോട്ടോ ആയിരിക്കാം, അങ്ങനെ പലതും വേറെ എന്ത് വേണമെങ്കിലും ആയിരിക്കും. നമ്മുടെ ഷാൻ പറയുന്നു ഞാൻ അത് എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളാം. ആ കോള് കട്ടാക്കിയതിനു ശേഷം ഷാൻ പറയുന്നു ഞാൻ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക. ഈ സമയം ഹാൻജൂന് ഫോട്ടോയിൽ നോക്കി പറയുന്നു ഈ ഒരു ഫോട്ടോ ഡിജിറ്റൽ ഫോട്ടോ ആയിരുന്നെങ്കിൽ കാര്യം ഒരു ഡിജിറ്റൽ ഫോട്ടോയിൽ ലൊക്കേഷൻ ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ട്. ആ സമയമാണ് ആ പൊട്ടന് മനസ്സിലാവുന്നത് ഞാൻ എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് ചിന്തിച്ചില്ല. എന്നിട്ട് അവര് അതിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുന്ന സമയത്ത് എല്ലാ ഡാറ്റയും ഒരു സെർവറിലായിരിക്കും ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് പറയുന്നു. കൻഹ പറയുന്നു സെർവർ GPS ഡാറ്റ ഒന്ന് ശേഖരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ സെർവർ എവിടെയാ എന്ന് തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി. നിങ്ങളൊരു അത്ഭുത ജീവി തന്നെയാണ്. എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? നിങ്ങളൊരു വിഷയമാണ്. ഷാനെ പിടിച്ച് ഒഴിവാക്കണം. എമ്മായി ചളിയാണ് നടക്കുന്ന. ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം
എടുക്കണമെങ്കിൽ ഐഡിയും പാസ്വേഡും വേണം എന്ന് പറയുന്നു. ആ ലോഗിൻ ഇന്റർഫേസ് നമ്മുടെ കൻഹ കാണുമ്പോൾ നമ്മുടെ കൻഹ ആവട്ടെ ഇന്റർഫേസ് മുമ്പ് കണ്ടിട്ടുണ്ട്, അതായത് അവളുടെ കോച്ചിന്റെ കമ്പ്യൂട്ടറിൽ വെച്ച്. അങ്ങനെ അവരാവട്ടെ നേരെ സ്കൂളിലോട്ട് പോകുന്നു, അതായത് ആ കോച്ചിന്റെ കമ്പ്യൂട്ടർ അവിടെയാണുള്ളത്. അങ്ങനെ അവർ കാറിൽ തന്നെ ഇരിക്കുന്നു, കാരണം വെച്ചാൽ കോച്ച് അവിടുന്ന് പോകുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കോച്ച് പോയെന്ന് അറിഞ്ഞതും ഇവരാവട്ടെ ഉടനെ തന്നെ ഒരു സീക്രട്ട് വഴിയിലൂടെ കയറുന്നു. ഈ വഴി ആവട്ടെ എങ്ങനെ കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നു ഈ വഴി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. ഹാൻജൂൺ എന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്ത് കൻഹ പറയുന്നു ദേശീയ ടീമിലോട്ട് എത്താൻ വേണ്ടിയാണ്, അതായത് അവർ രഹസ്യമായി കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ കോച്ചിന് ലാബിലോട്ട് എത്തുമ്പോൾ വാതിലാവട്ടെ ലോക്ക്. നമ്മളെല്ലാരും വിചാരിച്ചു ലോക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമെന്ന്. നമ്മുടെ കൻഹ ആവട്ടെ ഈസി ആയിട്ട് തുറന്നു. പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ 1 2 3 4. അങ്ങനെ അവർ ഈസി ആയി അതിനുള്ളിലോട്ട് കിടക്കും. അങ്ങനെ അവരത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സത്യം കണ്ടുപിടിക്കുന്നു. അതായത് ഈ ഗിരിഗോ ആപ്പിൽ എന്തൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തോ ആ വീഡിയോസ് മൊത്തം ഈ കോച്ചിന്റെ കമ്പ്യൂട്ടറിനകത്തുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇവരെ ഞെട്ടിച്ചത് ഞാറി ശരിക്കും വിഷ് ചെയ്തിട്ടുണ്ട്. അവൾ അന്ന് പാർട്ടിക്ക് പോയില്ലായിരുന്നു, അന്ന് കുടിച്ച് കിക്കായിട്ട് പറഞ്ഞത് നമ്മുടെ ചോയിയെ പറ്റിയാണ്. ഈ കാര്യം കണ്ട് ഷോക്കായി നിൽക്കുന്ന കൻഹയെ കാണിച്ചാണ് സീൻ കട്ടാവുന്നത്. ഇതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിയോൻവൂനെയാണ്. നമ്മുടെ കൻഹ എങ്ങനെയാണോ കോച്ചിന്റെ ഓഫീസിലോട്ട് കയറിയത് അതേ വഴി കൂടെ തന്നെ നമ്മുടെ ജിയോൻവൂയും കയറുന്നു. മാത്രമല്ല ഒപ്പം ഞാറിയും ഉണ്ട്. ആ സമയമുണ്ടാ ഞാറി എനിക്കായി കാത്തിരിക്കൂ. ഇതേ സമയം നമ്മുടെ കൻഹയുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാറി ഇത്രയും നേരം ജീവനോടെ നിൽക്കുന്നത്?